എന്നാണ് ആരാണ് അവസാനം അടുക്കള നീ ചോറുണ്ടിട്ട് പോയാള്? ഞാനല്ല. നീയല്ലേ സത്യം പറഞ്ഞോ? നിങ്ങക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കും. നീ തന്നെയാണ് അടുക്കളയിൽ ചോറുണ്ടിനെ. നമ്മളെല്ലാരും ചോറുണ്ട സ്ഥലത്ത് നിന്നെ 10,000 പ്രാവശ്യം വിളിച്ചിട്ടേ വാ ചോറുണ്ട്. അപ്പൊ നീ ചെവിയിൽ കുന്ത്രാണ്ടോ വെച്ചിട്ട് പിന്നെ തിന്നാ അന്നേരം ഞാൻ നിന്നോട് പറഞ്ഞിനി. എന്നാ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലല്ല. ലാസ്റ്റില് തിന്നുന്ന ആള് അടുക്കളയിലെ പാത്രം തികച്ചു കഴുകി വെക്കണം ഞാൻ നിന്നോട് പറഞ്ഞ. പാത്രം തേച്ചും കഴുകി വെച്ചിട്ടേ എന്നാ ബാക്കിയില്ലതാടാ? ചോറിന്റെ പാത്രം, പിന്നെ കറിയുടെ പാത്രം, ഉപ്പേരിയുടെ പാത്രം, അതല്ല മാമ മേശയിൽ കിടക്കുന്നോ? ഞാൻ തിന്ന പാത്രം ഞാൻ കഴുകിട്ടേ. ഞാൻ ആ കൂട്ടത്തിൽ നീ നമ്മൾ തിന്ന കൂട്ടത്തിൽ നീ തിന്നിയാണെങ്കിൽ ഞാൻ ആ പാത്രം തികച്ച് കഴുകി വെച്ച് അടുക്കളയും വൃത്തിയാക്കി വരുന്നല്ലേ. നീ അത് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ ഞാൻ പിന്നെ ആദ്യം വന്നിനി അല്ലേ? എന്റെ കിളവി, ആ പാത്രത്തില് ചോറ് ബാക്കിയുണ്ടായിനി. പാത്രം കഴുകണമെന്ന് വെച്ചിട്ട് ആവശ്യമില്ലാതെ തേച്ച് കോരി തിന്നാൻ പറ്റും? ഞാൻ കുമ്പറിനാ പറ്റാ? നിന്റെ കള്ളത്തിന് അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. എനിക്ക് മനസ്സിലായില്ല. ചോറിന്റെ പാത്രത്തിൽ പൂച്ച കൊടുക്കേണ്ട ചോറ് വരെ ബാക്കി ഉണ്ടായിട്ടാ. ഒരു ആടിയിടില്ല 4 വറ്റുണ്ടായിനി. പിന്നെ മീൻ ചട്ടിയിലാണെങ്കിൽ 2 കഷ്ണോ. പാത്രം കഴുകാൻ പഠിച്ചില്ലല്ലോ നീ കഴുകാതിന്. പാത്രം ഇപ്പം നിങ്ങളല്ലേ സാധാരണ കഴുകല, അതുകൊണ്ട് ഞാൻ കുറച്ചാടെ മാറ്റി വെച്ചിട്ടുണ്ടോ കഴുകാൻ വേണ്ടി. അതല്ല ഞാൻ ആദ്യം പറഞ്ഞ അമ്മേന്റെ ഒന്നിച്ച് ചോറ് ഇതിപ്പോ ഇരട്ടി പണിയായില്ല എനിക്ക്. ഞാൻ 10 വരെ എണ്ണു. അതിന്റെ ഇടക്ക് പാത്രം അടുക്കളയും വൃത്തിയാക്കി വെച്ചിട്ട് കാലിന്റെ മുക്കേനെ എറിഞ്ഞു പൊട്ടിക്കും ഞാൻ. കഴുകി വെച്ചാ പോരെ? കഴുകി വെച്ചാ പ്രശ്നം തീർന്നില്ലേ? ആ തീർന്നു. എന്ത് ഭദ്രകളി ഏത്? അച്ഛനെല്ലാം സമ്മതിക്കണേട്ടാ.